നമസ്കാരം. ഇന്ത്യയിലെ ഏക വനിതാ മുഖ്യമന്ത്രി എന്ന പ്രൗഢി അത് വാക്കിലും നോക്കിലുമൊക്കെ കൊണ്ടു നടക്കുന്ന ഒരു നേതാവ് തന്നെയാണ് പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി. പക്ഷേ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മമതയ്ക്കെതിരെ രംഗത്ത് വന്നതിലധികവും സ്ത്രീകൾ തന്നെ ആയിരുന്നു എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സന്ദേശ് ഖാലിയിലെ അതിജീവതയായ രേഖ പത്രയെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ എത്തിച്ചുകൊണ്ടായിരുന്നു BJP ഈ മുന്നേറ്റത്തിന് കൂടുതൽ കരുത്ത് പകർന്നത്. ഇപ്പോഴിതാ മറ്റൊരു പെൺപുലി കൂടി BJPക്ക് വേണ്ടി പോരിനിറങ്ങുകയാണ്. പ്രിയ സാഹ. തെരുവിൽ കലഹിച്ചും കല്ലേറ് കൊണ്ടും വളർന്ന ഒരു വനിതാ നേതാവ് തന്നെയാണ് ഈ പ്രിയ സാഹ. തെരുവിന്റെ പോരാളി എന്നാണ് അവർക്ക് ബംഗാളിലെ മാധ്യമങ്ങൾ നൽകിയിരിക്കുന്ന ചെല്ലപ്പേര്. ബോൽപൂരിൽ BJP സ്ഥാനാർത്ഥിയായി പ്രിയ സാഹ എത്തുന്നതും പോരാടാനുള്ള ഒരു ഉറച്ച മനസ്സോടുകൂടി തന്നെയാണ്. കലാലയത്തിലാണ് പ്രിയ തന്റെ രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത്. NSU ആയിരുന്നു ആദ്യ കളരി. പിന്നീട് അവിടെ നിന്നും BJPയിലേക്ക് എത്തുന്നു. 2016-ലും 2021-ലും പ്രിയയെ സൈത്യ അസംബ്ലി മണ്ഡലത്തിൽ നിന്നും BJP സ്ഥാനാർത്ഥിയാക്കിയിരുന്നു. 2 തവണയും തൃണമൂൽ കോൺഗ്രസിന്റെ നിലാവതി സാഹയോട് ഇവർ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. കാരണം ഈ സൈത്യ എന്ന് പറയുന്ന മണ്ഡലം തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു രാവണൻ കോട്ട എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന പ്രദേശമാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് എന്ന് അവർ പ്രിയയെ നിരവധി തവണ വിലക്കിയിട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപും അതിനുശേഷവും ഒക്കെ പ്രിയയുടെ വീട് ആക്രമിക്കുന്ന സംഭവങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അവരെ ഭയപ്പെടുത്തി ഈ മത്സരത്തിൽ നിന്ന് പുറത്താക്കുക എന്നതായിരുന്നു തൃണമൂൽ കോൺഗ്രസ് ഉദ്ദേശിച്ചത്. പ്രിയ പിന്മാറും എന്ന് കരുതിയ മമതയോട് അവർ പറഞ്ഞത് തന്റെ പോരാട്ടം ഈ തെരുവിലൊന്നും അവസാനിക്കില്ല എന്നാണ്. പട്ടികജാതി സംവരണ മണ്ഡലമായ ബോൽപൂരിൽ പ്രിയ സാഹ മോദിയുടെയും BJPയുടെയും പ്രതീക്ഷ കൂടിയാണ്. കാരണം അത്ര കണ്ട് ആരാധകരുള്ള അല്ലെങ്കിൽ വളരെയധികം അനുഭവ സമ്പത്തുള്ള ഒരു യുവ വനിതാ നേതാവാണ് ഈ പ്രിയ സാഹ. തീർച്ചയായും ബംഗാളിൽ സ്ത്രീകൾ കൂടുതലായി തൃണമൂൽ കോൺഗ്രസിനെതിരെ രംഗത്ത് വരുമ്പോൾ അത് മമതാ ബാനർജിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. BJP അത് കൃത്യമായി രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്നുമുണ്ട്. കൂടുതൽ സ്ത്രീകൾക്ക് അവസരങ്ങൾ നൽകിക്കൊണ്ട് പ്രത്യേകിച്ചും രേഖ പത്രയെ പോലെ അല്ലെങ്കിൽ പ്രിയ സാഹയെ പോലുള്ള സ്ഥാനാർത്ഥികളെ തന്നെ BJP കൊണ്ടുവരുന്നതിന് പിന്നിലും ഇതേ രാഷ്ട്രീയം തന്നെയാണ്. നിലവിൽ എന്തായാലും മമതാ ബാനർജിയെ വിറപ്പിക്കാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. നമുക്കറിയാം സർവേകളിൽ ഉൾപ്പെടെ BJPക്ക് കൃത്യമായ മേൽക്കൈ ബംഗാളിൽ പ്രവചിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ബംഗാളിൽ മമതാ ബാനർജി എന്ന പെൺപുലിക്ക് എതിരെ നിൽക്കുന്നതിലധികവും സ്ത്രീകൾ തന്നെയാണ്. അല്ലെങ്കിൽ കരുത്തുറ്റ വനിതാ നേതാക്കളെ കൂടി തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി BJP കളത്തിൽ ഇറക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.